family and welcome back to our channel. So നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 30 ഡേയ്സിന്റെ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോ ആണ്. ഇതൊരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മളെ ഇന്നത്തേത് നമ്മളെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ 30 ഡേയ്സിലെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്ന് ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ റൈറ്റ് സൈഡ് വന്നിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്തിന്റെ ഫസ്റ്റ് ഡേ ആണ്. ഈ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഹെയർ ഒന്നും അപ്ലൈ ഒന്നും ചെയ്യാൻ പോകില്ല. നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കാനുണ്ട്. നമ്മളെ ഹെയർ ഗ്രോ ചെയ്യാനും ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യാനും നമ്മളെ ഹെയർ ഡാമേജ് ആകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള കുറേ ബേസിക് കാര്യങ്ങളുണ്ട്, കുറേ ടിപ്സ്. അപ്പോൾ ഈ ടിപ്സ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ 30 ഡേയ്സ് വരെ നമുക്ക് നമ്മളെ ഹെയർ കെയർ ചെയ്യാനൊക്കെ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബേസിക് ടിപ്സ് നിങ്ങൾ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ കണ്ടു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആകുന്നത് നമ്മളെ ഹോസ്റ്റൽ സ്റ്റുഡൻസിനായിരിക്കും. കാരണം ഞാൻ ഇന്ന് ഈ 30 ഡേയ്സിൽ ചെയ്യാൻ പോണ ഹെയർ പാക്കും ഹെയർ ഓയിലും എല്ലാം അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടു നോക്കുക, എന്നാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുക ഇതൊന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ 30 ദിവസത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങളെ ഹെയർ ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടാണോ ഹെയർ വാഷ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഹെയർ വാഷ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ചിലവർ ചെയ്യാറുണ്ട്. ചിലവർ 7 ദിവസം ഫുള്ളും ഹെയർ വാഷ് ചെയ്യാറുണ്ട്, ഫുള്ളും ഒരാഴ്ച ഫുള്ളും ഒരു ഹെയർ വാഷ് ചെയ്യുക. അങ്ങനത്തെ ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചവെള്ളത്തിൽ മാത്രം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ചൂടുവെള്ളത്തിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യരുത്. കാരണം നിങ്ങൾ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ചൂടുവെള്ളം നിങ്ങൾ ഹെയറിലോട്ട് ഒഴിക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെയർ ഫോളും ഹെയർ ബ്രേക്കേജും ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആകാനും ഉള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഷാംപൂ ഒരാഴ്ചയിൽ 3 തവണ മാത്രം യൂസ് ചെയ്യാം. ഡെയിലി നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആകാനും ഡാമേജ് ആകാനും ഉള്ള ചാൻസ് ഉണ്ട്. ഇനി കുറച്ച് പേരുണ്ട് ഒരാഴ്ചയിൽ 3 തവണ മാത്രമേ അവർ ഹെയർ വാഷ് ചെയ്യുള്ളൂ. അങ്ങനത്തെവരാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ഒരു കപ്പ് ചൂടുവെള്ളം എടുക്കുക, 3 അല്ലെങ്കിൽ 4 കപ്പ് പച്ചവെള്ളം എടുക്കുക. ഈ 1 കപ്പ് ചൂടുവെള്ളം നിങ്ങൾ ഈ 4 കപ്പ് പച്ചവെള്ളത്തിൽ ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ഹെയറിലോട്ട് ഇത് ഇട്ട് കൊടുക്കുക. ചെറു ചൂടുവെള്ളമായിരിക്കണം കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ കുറച്ച് ഷാമ്പു എടുക്കുക, ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഷാമ്പു അതിൻ്റെ അകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളെ ഹെയറിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മസാജ് ചെയ്ത് പച്ചവെള്ളത്തിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴേക്ക് ചൂടുവെള്ളത്തിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യണം. രണ്ടാമത് നമ്മൾ ഷാമ്പു ചെയ്തതിന് ശേഷം പച്ചവെള്ളത്തിലാണ് നമ്മളെ ഹെയർ വാഷ് ചെയ്യേണ്ടത്. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഹെയർ ഫോളിക്കൽസ് ഒക്കെ ഓപ്പൺ ആയി നിങ്ങൾ സ്കാൽപ്പിലുള്ള ഡേർട്ട് ഒക്കെ പോയിക്കിട്ട് നമ്മൾ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആകുകയും ചെയ്യും. സോ ഇതേപോലെ മാത്രമേ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹെയർ ഫോൾ ആകാനും ഹെയർ ഭയങ്കര ഡ്രൈ ആകാനും ഉള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തും നമുക്ക് ഭയങ്കരമായിട്ട് കുറയും. കാരണം നമ്മുടെ സ്കാൽപ്പിൽ ഒരു നാച്ചുറൽ ഓയിൽ ഉണ്ട്. നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ ആ നാച്ചുറൽ ഓയിൽ പോകും. അപ്പോഴേക്കും നമ്മളെ ഹെയർ ഗ്രോ ആകാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. കാരണം അത് പതിയെ മാത്രമേ പിന്നെ നമ്മൾ ഹെയർ ഗ്രോ ആകാറുള്ളൂ. അതുകൊണ്ട് ആഴ്ചയിൽ 3 തവണ മാത്രമേ ഹെയർ വാഷ് ചെയ്യാവൂ. അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ കണ്ടീഷണർ എത്ര നേരം വരെ നമുക്ക് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് വെക്കാം, ഇതെങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഷാംപൂ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു കപ്പ് വെള്ളം എടുക്കാം, ആ വെള്ളത്തിൽ ഒരു 2-3 സ്പൂണ് ഷാംപൂ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിനൊന്ന് പതപ്പിക്കാം. പതപ്പിച്ചതിന് ശേഷം അത് നമ്മൾ ഹെയറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നമ്മൾ ഹെയർ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കണ്ടീഷണർ. ഈ കണ്ടീഷണർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹെയർ ആദ്യം നമ്മൾ വാഷ് ചെയ്തല്ലോ, ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ചെയ്തു. ഇനി ഇത് നമ്മുടെ ഹെയർ നമ്മൾ നന്നായിട്ട് ടോവൽ വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം നമ്മളെ ഹെയറിലോട്ട് കണ്ടീഷണർ അപ്ലൈ ചെയ്യാം. കണ്ടീഷണർ 2 ടൈപ്പ് ഉണ്ട്. ചിലത് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ചിലത് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ കണ്ടീഷണർ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പ് തൊട്ട് ഹെയർ വരെ ഫുള്ളും അപ്ലൈ ചെയ്യാം.
അല്ലെങ്കിൽ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷണർ ആണെങ്കിൽ നിങ്ങൾ ഹെയറിന്റെ ലെങ്ത്തിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നമ്മൾ ഹെയർ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് നമ്മൾ ഹെയർ വൈപ്പ് ചെയ്താൽ മതി. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കണ്ടീഷണർ ഷാമ്പു എന്ന് പറയുമ്പോൾ വാവിന്റെ ഷാമ്പു ആൻഡ് കണ്ടീഷണർ നല്ലതാണ്. വാവിന്റെ കണ്ടീഷണർ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നല്ലൊരു ഷാമ്പു എന്ന് പറയുമ്പോൾ ഹിമാലയയുടെ ഷാമ്പു ആൻഡ് കണ്ടീഷണർ നല്ലതാണ്. ഈ 2 ഷാമ്പു ആൻഡ് കണ്ടീഷണർ നിങ്ങൾക്ക് വെറും ഒരാഴ്ചയിൽ 3 തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഹെയർ ഓയിലിംഗ് ചെയ്തു, നാളെ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്തു, അപ്പോൾ 2 ദിവസം ഹെയർ വാഷ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷാമ്പു ആണ് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു. ഈ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂയിൽ ഏറ്റവും നല്ലതാണ് നമ്മളെ ഹിമാലയയുടെ ബേബി ഷാമ്പു. അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ഹിമാലയയുടെ ബേബി ഷാമ്പു നല്ലതാണ്. നമുക്ക് മൈൽഡ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ സേഫ് ആണ് ആ ഷാമ്പു. അതേപോലെ തന്നെ അതിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. സോ ഈ 3 ഷാമ്പു ആണ് എൻ്റെ ഇതിൽ ഞാൻ യൂസ് ചെയ്യണത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഈ 3 ഷാമ്പു. അപ്പോൾ അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഹെയർ വാഷ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു. നമ്മൾ ഹെയറിൽ ഷാമ്പു കണ്ടീഷണർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു. അടുത്ത നമ്മുടെ സ്റ്റെപ്പാണ് നമ്മളെ ഹെയർ വൈപ്പ് ചെയ്യുന്നത്. നമ്മളെ മുടി ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോവൽ വെച്ചിട്ട് എങ്ങനെയാണ് വൈപ്പ് ചെയ്യുന്നത്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളെ ഹെയർ ഫോൾ ആകാനും ഹെയർ ബ്രേക്കേജ് ആകാനും സ്പ്ലിറ്റൻസ് കൂടാനും ഉള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഹെയർ എങ്ങനെ നമ്മൾ വൈപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളെ ഹെയറിലുള്ള വെള്ളമെല്ലാം നമ്മൾ ഇതേപോലെ എടുത്ത് കളയാം. ഇങ്ങനെ മാത്രമേ നമ്മൾ എടുത്ത് കളയാവൂ. നമ്മൾ ഇങ്ങനെ ഇട്ട് ചുരുട്ടാൻ പാടില്ല. ഇങ്ങനെ ചുരുട്ടി കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഭയങ്കരമായിട്ട് ഫോൾ ആകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഹെയർ ഫോൾ ആകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വെള്ളം എടുത്ത് കളയുമ്പോഴേക്കും നമ്മൾ ഇതേപോലെ മാത്രം എടുത്ത് കളയാം കേട്ടോ. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ടോവൽ വെച്ചിട്ട് ഒരിക്കലും നമ്മളിങ്ങനെ ടോവൽ ഇങ്ങനെ ഫുള്ളും ചുറ്റിക്കെട്ടി ഇങ്ങനെ വെക്കരുത്. അത് വെയിറ്റ് കാരണം നമ്മുടെ ഹെയർ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ജസ്റ്റ് ആ ടോവൽ എടുത്തിട്ട് നമ്മളെ ഹെയറിനെ ഇതേപോലെ വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയും പോലും ചെയ്യരുത്. ഇങ്ങനെ ചിലവരുണ്ട് ഇങ്ങനെ ഫുള്ള് ഇട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും, ഡാമേജ് ആകും, ബ്രേക്കേജ് വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. വെറും നിങ്ങൾ നമ്മുടെ ടോവൽ എടുത്തിട്ട് ജസ്റ്റ് ഇതല്ലോ പതിയെ വൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹെയർ നന്നായിട്ട് ഡ്രൈ ആകുകയും ചെയ്യും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അടുത്ത് ചിലവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. കുളിച്ചിട്ട് വന്നതിന് ശേഷം മുടീനെ ഇട്ട് അടിക്കല്. മുടീനെ താഴോട്ടിട്ടതിന് ശേഷം തോർത്ത് അല്ലെങ്കിൽ ടവൽ വെച്ചിട്ട് മുടീനെ ഇങ്ങനെ അടിച്ചുണക്കും, മുടിയിലുള്ള വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഹെയർ ഫോൾ ആകാനും ഹെയർ ബ്രേക്കേജ് ആകാനും സ്പ്ലിറ്റൻസ് കൂടാനും ഉള്ള ചാൻസ് ഉണ്ട്. സോ ഇതേപോലെ ഒന്നും ചെയ്യാതിരിക്കുക കേട്ടോ. ജസ്റ്റ് നമ്മൾ ടവൽ വെച്ചിട്ട് നമ്മുടെ ഹെയറിനെ ജസ്റ്റ് ഇതേപോലെ വൈപ്പ് ചെയ്ത് ഉണക്കുക. അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആകുകയും ചെയ്യും. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെയറിൽ നമ്മൾ ഡെയിലി ഹെയർ ഡ്രയർ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഹെയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഹെയർ പെട്ടെന്ന് തന്നെ ഫോൾ ആകാനും ഹെയറിൽ ബ്രേക്കേജ് വരാനും സ്പ്ലിറ്റൻസ് വരാനും ഉള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഹെയർ സ്ട്രെയിറ്റ്നർ നമ്മൾ യൂസ് ചെയ്യാതിരിക്കാം. അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മളെ ഹെയറിൽ ഹീറ്റ് കൊണ്ട് നമ്മളെ ഹെയർ ബ്രേക്കേജ് ആകാനും ഹെയർ ഫോൾ ആകാനും സ്പ്ലിറ്റൻസ് വരാനും ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹെയർ ഡ്രയറും നമ്മളെ എന്താ പറയുക ഹെയർ സ്ട്രെയിറ്റ്നറും നിങ്ങൾ കുറേ ദിവസത്തേക്ക് യൂസ് ചെയ്യാതിരിക്കാം. അറ്റ്ലീസ്റ്റ് ഈ 30 ഡേയ്സെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കാം. എന്നാൽ മാത്രമേ ഈ 30 ഡേയ്സിൽ ഞാൻ ചെയ്യുന്ന എല്ലാ പാക്സും ഹെയർ ഓയിലിങ്ങിലും നിങ്ങൾക്ക് വല്ല ബെനിഫിറ്റ്സ് വന്നിട്ട് നിങ്ങൾക്ക് ഹെയർ ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ നനഞ്ഞ മുടി നമ്മൾ ഒരിക്കലും കോം ചെയ്യരുത്. നമ്മൾ നനഞ്ഞ മുടി ചീകുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെയർ ഫോൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നനഞ്ഞ മുടീനെ ചീകരുത്. ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഹെയർ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഹെയറിൽ ഹെയർ കോം യൂസ് ചെയ്യാവൂ. പിന്നെ ചിലവർക്ക് ഹെയറിൽ പെട്ടെന്ന് തന്നെ ടാങ്കിൾസ് ആവാറുണ്ട്. പെട്ടെന്ന് തന്നെ അവർക്ക് ഹെയർ മുടിയൊക്കെ പിരിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടിയിൽ ഉടക്ക് വരും. അങ്ങനത്തെ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ഹെയർ സിറം യൂസ് ചെയ്യാം. നല്ലൊരു ഹെയർ സിറം എന്ന് പറയുമ്പോൾ ലിവോൺ ഹെയർ സിറമാണ് ഞാൻ യൂസ് ചെയ്യണത്. എൻ്റെ ഫ്രിസി ഹെയർ ആണ്, അതുകൊണ്ട് ഞാൻ ലിവോൺ ഹെയർ സിറമാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. നല്ലൊരു ഹെയർ സിറം തന്നെയാണ്. പക്ഷേ ഹെയർ സിറം സ്കാൽപ്പിലൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. വെറും ഹെയർ ലെങ്ത്തിൽ മാത്രമേ നമ്മൾ ഹെയർ സിറം അപ്ലൈ ചെയ്യാവൂ. അത് നമ്മൾ ആഴ്ചയിൽ 3 തവണ മാത്രമേ യൂസ് ചെയ്യാവൂ. നമ്മൾ എപ്പോഴും ഹെയർ സിറം അപ്ലൈ ചെയ്യണത് നല്ലതല്ല. നമുക്ക് വേണമെങ്കിൽ ഹെയർ സിറം ഡ്രൈ ഹെയറിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഹെയർ സിറം ആണെങ്കിൽ കുറച്ച് നമ്മളെ ഹെയർ വെറ്റ് ആയിരിക്കും, പക്ഷെ ഒത്തിരി വെറ്റ് ആകാൻ പാടില്ല. കുറച്ച് ഡ്രൈ ഒക്കെ ആയതിനു ശേഷം വെറ്റ് ഹെയറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഹെയറിൽ ഒത്തിരി ടാങ്കിൾസ് വരാതെയും നമ്മൾ ഹെയർ നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും.
അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ ഹെയർ ഫോൾ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുടി ചീകുമ്പോഴേക്കും നമ്മൾ കറക്റ്റ് ആയിട്ടാണോ ചീകുന്നതെന്ന്. നമ്മൾ മുടി കോം ചെയ്യുമ്പോഴേക്കും നമ്മൾ എപ്പോൾ കോം ചെയ്താലും നമ്മൾ എൻഡിൽ നിന്ന് നമ്മൾ കോം ചെയ്ത് മുകളിലോട്ട് പോവുക. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹെയർ ഫോൾ നമുക്ക് ഏറ്റവും കൂടുതൽ തന്നെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അല്ല നിങ്ങൾ മുകളിൽ നിന്നാണ് ഹെയർ കോം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഒത്തിരി ഹെയർ ഫോൾ ആകുകയും ചെയ്യും. കാരണം നമ്മൾ മുകളിൽ നിന്ന് ഹെയർ കോം ചെയ്യുമ്പോഴേക്കും ആ ഉള്ള ടാങ്കിൾസ് താഴോട്ട് വരും. നമ്മൾ താഴോട്ട് വരുമ്പോൾ പിടിച്ച് വലിക്കുക. അപ്പോഴേക്കും ആ മുകളിലുള്ള ഹെയർ റൂട്ട്സിൽ നിന്ന് തന്നെ എല്ലാ ഹെയറും ഇങ്ങനെ പൊട്ടി പൊട്ടി വന്നിട്ട് നമ്മൾ ഹെയർ ഫോൾ ആകും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മുകളിൽ നിന്ന് കോം ചെയ്യാതെ എപ്പോഴും നമ്മൾ താഴ്ന്ന് കോം ചെയ്യുക. നമ്മൾ താഴ്ന്ന് ഹെയർ കോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ തന്നെ ഹെയർ ഫോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ചിലർക്ക് ഭയങ്കരമായിട്ട് ഹെയറിൽ ടാങ്കിൾസ് ഉണ്ടാവും. അവർ മുടി അഴിച്ചിടുമ്പോൾ തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ഹെയർ ടാങ്കിൾസ് ഉണ്ടാവും. ചിലർക്ക് ഫ്രിസി ഹെയർ അവർക്ക് പെട്ടെന്ന് തന്നെ ടാങ്കിൾസ് ഉണ്ടാവും. ഒരു വെയിലത്തോട്ടൊക്കെ പോയി കുറച്ച് മുടിയൊക്കെ തുറന്നിടുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ടാങ്കിൾസ് ഉണ്ടാവും. അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കോം എടുക്കുക. കോം എടുത്തതിന് ശേഷം കോം എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും വലിയ പല്ലുള്ള ഇച്ചിരി വലിയ ഗ്യാപ്പുള്ള ഒരു കോം എടുക്കുക. കോമിൽ ഫസ്റ്റ് നിങ്ങൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാം. ഈ ഗ്യാപ്സ് ഒക്കെ ഇവിടെ എല്ലാം നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ കോം ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ടാങ്കിൾസ് പോകും. നമ്മുടെ മുടിയിലുള്ള തെറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഒരു ചെയ്തതിന് ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡ് ചെയ്യുമ്പോൾ പിന്നെയും നമ്മൾ ഹെയറിൽ നമ്മൾ ചീപ്പിൽ നമ്മൾ എണ്ണ അപ്ലൈ ചെയ്തെടുക്കുക. ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കോം ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മളെ ടാങ്കിൾസ് നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനും നമ്മൾ ഹെയർ ഫോൾ ആകാതിരിക്കാനും വേണ്ടി ഇത് ഏറ്റവും കൂടുതൽ ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴേക്കും നമ്മൾ ഹെയറിൽ നമ്മൾ എപ്പോഴും ഒരു ഹെയർ സിറം അപ്ലൈ ചെയ്ത് വെക്കണം. നമ്മൾ ഹെയർ സിറം അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഹെയർ പൊട്ടില്ല. കാരണം നമ്മൾ ചിലവർ വെയിലത്തോട്ട് പോകുമ്പോഴും ഹെയറിൽ ബ്രേക്കേജ് വരും. അത് വരാതിരിക്കും. നമ്മൾ ഹെയർ സിറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയറിൽ ബ്രേക്കേജ് വരാതിരിക്കും. അതേപോലെ തന്നെ നമ്മളെ ഹെയറിൽ നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടിരിക്കും. നമ്മുടെ ഹെയറിൽ ടാങ്കിൾസ് വരാതിരിക്കും. ഒത്തിരി നമ്മൾ മുടി ഇങ്ങനെ തെറ്റി പൊട്ടാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തോട്ട് പോകുമ്പം നമ്മളെ ഹെയർ നമ്മൾ തുറന്നിടുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഹെയർ സിറം യൂസ് ചെയ്യുക. ഹെയർ സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യാനും നമ്മുടെ ഹെയറിൽ ബ്രേക്കേജ് കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ ഡാമേജ് ആകാതിരിക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ എപ്പോഴും നമ്മുടെ ഹെയർ ഓപ്പൺ ചെയ്തിടാതിരിക്കാം. നമ്മൾ മുടി തുറന്നിടുകയാണെങ്കിൽ അത്രയ്ക്ക് തന്നെ നമ്മുടെ ഹെയർ ഡാമേജ് ആകും. അതുകൊണ്ട് നമ്മൾ ഈ കാറ്റ് പൊടിയെല്ലാം നമ്മൾ ഹെയറിൽ കയറും. അതുകൊണ്ട് നമ്മൾ ഹെയറിൽ ഒത്തിരി ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഹെയറിനെ പരമാവധി നമ്മൾ കെട്ടിവയ്ക്കാൻ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യരുത്. അല്ലെങ്കിൽ ഒരു ഹെയർ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം. പക്ഷേ ഹെയർ ഓയിലിംഗ് ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഡേർട്ടിൽ നമ്മൾ ഹെയർ ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റും നമ്മൾ ഹെയറിൽ കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഹെയർ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഹെയറിൽ ഹെയർ ഓയിലിംഗ് ചെയ്യാവൂ. അതേപോലെ തന്നെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ നനഞ്ഞ മുടി ഒരിക്കലും നമ്മൾ കെട്ടി വെക്കരുത്. നമ്മൾ നനഞ്ഞ മുടി നമ്മൾ കെട്ടി വെക്കുകയാണെങ്കിൽ ഒത്തിരി സ്മെല്ല് വരും നമ്മുടെ ഹെയറിൽ നിന്ന്. അതേപോലെ തന്നെ ഒത്തിരി ഡാൻഡ്രഫ് ഇൻക്രീസ് ആകാനും നമ്മുടെ ഹെയറിൽ പെയിൻ ഇല്ലെങ്കിൽ പോലും പെയിൻ ഇൻക്രീസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നനഞ്ഞ മുടി നമ്മൾ കെട്ടി വെക്കരുത്. നനഞ്ഞ മുടി നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ കെട്ടി വെക്കാവൂ. അടുത്ത് ഞാൻ പറയാൻ പോണ ഈ ടിപ്സ് നിങ്ങൾ രാവിലെയും രാത്രിയും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് ചെയ്യാനും ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഈ ടിപ്സ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. ചെയ്താൽ മാത്രമേ ഹെയർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഉറക്കണിക്കുന്നതിന് മുമ്പും രാത്രി കിടക്കാൻ പോണതിന് മുമ്പും നിങ്ങൾ രാവിലെയും കട്ടിലിൽ നേരെ കിടക്കുന്നതിന് പകരം തിരിഞ്ഞു നടന്നിട്ട് ഒരു 5 മിനിറ്റ് വരെ താഴോട്ട് മുടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ 5 മിനിറ്റ് വരെ നേരെ കിടന്നിട്ട് താഴോട്ട് മുടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നടന്ന് പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ രാവിലെയും രാത്രിയും നിങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പിനും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നടന്ന് പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് ആകാനും ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യാനും
പറ്റും. നിങ്ങൾ ഈ മസാജ് എത്ര മിനിറ്റ് വരെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 20 to 25 മിനിറ്റ്സ് വരെ നന്നായിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. രാവിലെയും രാത്രിയും നിങ്ങൾ ഇത് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 2 വട്ടമെങ്കിലും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ നല്ല ഡിഫറൻസ് കാണാൻ പറ്റുള്ളൂ. സോ അടുത്ത് നമ്മൾ രാത്രി കിടക്കുമ്പോഴും ഒരിക്കലും നമ്മളെ ഹെയർ നമ്മൾ തുറന്നിട്ടുകൊണ്ട് കിടക്കരുത്. അങ്ങനെ കിടക്കുകയാണെങ്കിൽ രാവിലെ എണീക്കുമ്പോഴേക്കും ഒത്തിരി ടാങ്കിൾസും അതേപോലെ തന്നെ നമ്മൾ ഒത്തിരി ഹെയർ ഫോൾ ആകാനും ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മുടി മുകളിൽ കെട്ടി വെച്ചുകൊണ്ട് കിടക്കാം. ഇങ്ങനെ നിങ്ങൾ കിടക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് ആകാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഹെയറിൽ ടാങ്കിൾസ് വരാതിരിക്കാനും ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യാനും ഇത് ഏറ്റവും കൂടുതൽ ഇത് ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ രാത്രി മുടി കെട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് നമ്മൾ മുടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബാക്ക് കോം ചെയ്യുക. ബാക്ക് കോം ചെയ്തിട്ട് നമ്മൾ മുടിയുടെ എൻഡിനെയൊക്കെ നന്നായിട്ട് കോം ചെയ്യുക. എന്നിട്ട് ഇതിനെ നമ്മൾ ഒത്തിരി ടൈറ്റ് ആക്കാതെ ഇച്ചിരി ലൂസായിട്ട് നമ്മൾ ഇതേപോലെ ചുറ്റി കെട്ടി വെക്കുക. ഇങ്ങനെ വെക്കുമ്പോഴേക്കും നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ നടന്ന് പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ അടുത്ത് നിങ്ങൾ ഹെയർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ടിപ്സ് ഉണ്ട്. ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക. ആ ബക്കറ്റിലോട്ട് നിങ്ങൾ മുടി താഴോട്ട് ഇട്ടിട്ട് ഇങ്ങനെ 20 വട്ടം നിങ്ങൾ താഴോട്ട് ഇട്ടിട്ട് മുകളിലോട്ട് എടുക്കുക. ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. ബാക്ക് പെയിൻ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് താഴോട്ട് ഇട്ടിട്ട് മുകളിലോട്ട് എടുക്കാം. 20 തവണ നിങ്ങൾ ചെയ്തതിന് ശേഷം മുടിനെ ഇങ്ങനെ തിരുമ്മി നമ്മൾ വെള്ളം എടുക്കരുത്. ജസ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ വെള്ളം എടുത്ത് കളഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഡാബ് ചെയ്ത് വൈപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ചെയ്യാനും ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യാനും ഏറ്റവും കൂടുതൽ ഇത് ഹെൽപ്പ് ചെയ്യും. സോ അടുത്ത് എൻ്റെ അടുത്ത് കുറേ പേര് കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്, ഹെയറിൽ സോപ്പ് യൂസ് ചെയ്യാൻ പറ്റുമോ? അതേപോലെ തന്നെ ഹെയറിൽ ബോഡി വാഷ് യൂസ് ചെയ്യാൻ പറ്റുമോ? ബോഡി വാഷ് ഒരിക്കലും ഹെയറിൽ യൂസ് ചെയ്യരുത്. അതേപോലെ തന്നെ സോപ്പ് നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യരുത്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹെയർ ഫോൾ ഉണ്ടാവാനും നമ്മുടെ സ്കാൽപ്പ് ഒത്തിരി ഡ്രൈ ആകാനും നമ്മുടെ സ്കാൽപ്പിലുള്ള നാച്ചുറൽ ഓയിൽ പോകാനും ഉള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് റഫ് ആകാനും ഡ്രൈ ആകാനും ഡാമേജ് ആകാനും സ്പ്ലിറ്റൻസ് വരാനും ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മളെ ഹെയറിൽ ബോഡി വാഷും സോപ്പ് നമ്മൾ യൂസ് ചെയ്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ അത് സ്റ്റോപ്പ് ചെയ്തേക്കണം കേട്ടോ. സോ ഞാൻ പിന്നെയും പറയണ ഈ ഒറ്റൊരു കാര്യമുള്ളൂ, നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യാതിരിക്കുക. ആഴ്ചയിൽ വെറും 3 തവണ മാത്രം ചെയ്താൽ മതി. കാരണം നമ്മുടെ ഹെയറിൽ നമ്മുടെ സ്കാൽപ്പിൽ ഒരു നാച്ചുറൽ ഓയിൽ ഉണ്ട്. ഈ ഓയിൽ പൊക്കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ആകാൻ വേണ്ടി ഭയങ്കര പാടാണ്. സോ ആഴ്ചയിൽ 3 തവണ മാത്രം ഹെയർ വാഷ് ചെയ്യുക. അതേപോലെ തന്നെ ആഴ്ചയിൽ 3 തവണ മാത്രം ഹെയർ ഷാമ്പു ചെയ്യുക. ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾ ഇന്നൊരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തു, നാളെ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്തു, 2-3 ദിവസം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബേബി ഷാമ്പു യൂസ് ചെയ്തിട്ട് മാത്രമേ ഹെയർ വാഷ് ചെയ്യാവൂ. അല്ലാതെ ഷാമ്പു ഒന്നും യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യരുത്. നമ്മുടെ ഹെയർ ഒത്തിരി ഡ്രൈ ആകാനും ഹെയർ ഫോൾ കൂടാനും ഉള്ള ചാൻസ് ഉണ്ട്. സോ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 മാസം അറ്റ്ലീസ്റ്റ് ഒരു 3 മാസത്തിലെങ്കിലും നമ്മളെ ഹെയറിന്റെ നമ്മളെ ഈ ഹെയറിന്റെ എൻഡ്സ് നമ്മൾ കട്ട് ചെയ്ത് വിടണം. നമ്മൾ സ്പ്ലിറ്റൻസ് ഇത് കട്ട് ചെയ്ത് വിട്ടാൽ മാത്രമേ നമുക്ക് പുതിയ ഹെയർ ഗ്രോ ആകാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഓൾറെഡി സ്പ്ലിറ്റ് ആയി ഇപ്പോൾ 2ആയിട്ട് കിടക്കും. അത് പിന്നെ കീറി അത് മുകളിലോട്ട് വന്ന് ഒത്തിരി നമ്മുടെ ഹെയർ ഡാമേജ് ആകും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ മാസത്തിലും 2 മാസത്തിലെ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ 3 മാസത്തെ ഒരിക്കലെങ്കിലും നിങ്ങളെ ഹെയറിന്റെ എൻഡ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുക. അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒത്തിരി ബ്രേക്കേജും സ്പ്ലിറ്റൻസ് വരാതിരിക്കാനും ഇത് ഏറ്റവും കൂടുതൽ ഇത് ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ 2 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഹെയർ എൻഡിൽ കട്ട് ചെയ്ത് വിടണം. എന്നാൽ മാത്രമേ നമുക്ക് ഹെയർ ഗ്രോത്ത് ആകാനും നമ്മൾ സ്പ്ലിറ്റൻസ് ഒക്കെ കുറഞ്ഞിട്ടാണ് ഹെൽപ്പ് ചെയ്യുമോ. നമ്മൾ ഹെയർ ഇതേപോലെ 2 സൈഡായിട്ട് എടുത്തിട്ട് ടാങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ ഗ്രോത്ത് ആകാനും നമ്മൾ സ്പ്ലിറ്റൻസ് ഒക്കെ കുറഞ്ഞിട്ടാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. സോ ഇതായിരുന്നു നമ്മുടെ 30 ഡേയ്സിന്റെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ ഫസ്റ്റ് വീഡിയോ.
ഈ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കുറെ ടിപ്സ് പറഞ്ഞിട്ടുണ്ട്, ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കുറെ കാര്യം ഞാൻ ചെയ്യല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങളത് ചെയ്യുക, ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഹെയർ ഗ്രോത്ത് വീഡിയോ, ഈ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് വരും, നമ്മുടെ ഹെയർ ഗ്രോത്ത് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ട് 30 ഡേയ്സ് വരെ, അറ്റ്ലീസ്റ്റ് 30 ഡേയ്സ് വരെ നിങ്ങൾ ഈ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക കേട്ടോ. സോ ഇനി നമ്മുടെ സെക്കൻഡ് ഡേ നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ഹെയറും നമ്മുടെ സ്കാൽപ്പും ക്ലെൻസിങ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെമ്പരത്തി ഇലയും കുറച്ച് ചെമ്പരത്തി പൂവും വേണം. സോ അത് കരുതി വെക്കാം കേട്ടോ. സോ ഗായ്സ്, ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതിന് തൊട്ടപ്പുറത്തൊരു ബെലൈക്കൺ കൂടെ വരും, അതിനെ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. സോ ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.